രാപ്പാടി പ്രൊഡക്ഷൻസിന്റെ വേട്ടമൃഗം. എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല. അഹങ്കാരം എന്റെ അവസ്ഥയാ. അഹങ്കാരം അല്ല കുഞ്ഞെ, അത് ഒറിജിനൽ തോക്ക് ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. അതങ്ങ് പൊട്ടിച്ച്. സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവ വന്നിട്ട് ഒരു 30 പുഷപ്പ് എടുക്കും ഷോട്ടിന് മുമ്പ്. യു ക്യാൻ സീ ദാറ്റ്. എന്നിട്ട് പോയിട്ടാണ് പുള്ളി സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് പാഷനേറ്റ് ടു വാച്ച് ഹിം ഓൾസോ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അല്ല, ഞാൻ ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂസ്വലി പെർഫോം ചെയ്യല്. അപ്പോൾ ആ സ്റ്റേജിൽ കയറുന്ന മുന്നേ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടാണ് പോകല്. അപ്പം ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടി കൊള്ളുന്ന സീനായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതെ അതെ, അത് എണ്ണാൻ വേണ്ടിയിട്ട് എന്നെ നിർത്തുമായിരുന്നു. സോർബി ചേച്ചി പ്ലീസ് കൗണ്ട് ആൻഡ് കൗണ്ട്. ഞാനാണെങ്കിൽ പേടിച്ച് വിറച്ച്, മോനെ സൂരജ് അല്ല ഹനുമാൻ കൈൻ്റെ ഒക്കെ ആണല്ലോ ഇവൻ. അപ്പോൾ പോയി എങ്ങനെ എണ്ണി അങ്ങനെ വാമാക്കിയിട്ട് നോക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇവരെ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയത്. ലൈക്ക് it was really fun. It was a beautiful time and yeah. അതന്നെ. ഞാൻ കുറേ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഈ ക്യാരക്ടറിന്റെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ. ഇരിപ്പല്ലേ, ഒരു കസേര ഇരുന്നോണ്ട് നടൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അദ്ദേഹമാണ് എന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഷിക്കവുമാണ്. ആ സത്യത്തിൽ അത് കുട്ടേട്ടൻ്റെ അടവായിരുന്നു. കാരണം കസേരയിൽ മാത്രം ഇരിക്കുമ്പോൾ ബാക്കി ചെല്ലണ്ട, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടിവെക്കേണ്ടി വരും, കൊള്ളേണ്ടി വരും, വീഴേണ്ടി വരും. ഇത് കസേരയാകുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആരെങ്കിലും തള്ളി കൊണ്ടുപോയിക്കോളും. അല്ല, അങ്ങനെ സന്തോഷമുണ്ട് കേട്ടോ. 32 ദിവസത്തോളം ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചു. ചിലപ്പോൾ എനിക്ക് ഒരു ഷോട്ടൊക്കെ അറിയും ഒരു ദിവസം. അപ്പം ഞങ്ങൾക്ക് പക്ഷേ എനിക്കൊരു വിഷമമില്ല. എന്താ വെച്ചാൽ എല്ലാവരും കൂടി മുറിക്കാത്തിരിക്കും. ഇതങ്ങോട്ട് തള്ളുക, കളിയാക്കുക, കൊല്ലുക. എന്നെ 2:30 എന്നായിരുന്നു വിളിച്ചിരുന്നത്. വെളുപ്പിന് 2:30 മണിക്ക് ഷോട്ട് വരും. ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും, മേക്കപ്പ് ഇടാതിരിക്കും. അപ്പോൾ 2:30 മണിക്കാണ്. അപ്പോൾ ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും. അപ്പോൾ ഈ സുരഭിയൊക്കെ കൂടെ പോയി ആഷിക്കിനോട് പറയും, വേണ്ട കുട്ടിയുടെ വെയിറ്റിങ്, പുള്ളി ഉറങ്ങുക, കുറച്ച് കഴിഞ്ഞ് എടുത്താലും മതി, പുള്ളി ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ പിന്നെ ആഷിക്കും വിചാരിക്കും ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും 2:30 മണിക്ക്. അപ്പോൾ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ കഴിഞ്ഞ് ഇവർ പോകും. അങ്ങനെ 2:30 കുട്ടികൾ എന്നുള്ള പേര് കിട്ടി എനിക്ക്. ഞാൻ അവിടെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ 2 മണിയാകുമ്പോഴേ റെഡി ആവുള്ളൂ. കാരണം 2:30 വിളിക്കുള്ളൂ. അയ്യോ അല്ല, നോണ പറയില്ല കേട്ടോ. ഞാൻ അതിരാവിലെ ഞാൻ റെഡിയാകും. പക്ഷേ ഇവരൊക്കെ പിള്ളേരല്ലേ. അപ്പം ഞാനിപ്പോൾ ഇവരെന്ത് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കും. ഞാനാണല്ലോ കാർന്നവർ 42 വർഷമായിട്ടേ സിനിമയിൽ. പക്ഷേ ഒരു അഹങ്കാരം ഒന്നും കുട്ടേട്ടൻ കാണിച്ചില്ല. അഹങ്കാരം ഇല്ല, അഹങ്കാരം എൻ്റെ അവസ്ഥയാ. അഹങ്കാരം അല്ല കുഞ്ഞെ, പിടിച്ചു നിൽക്കണ്ടേ നിങ്ങളുടെ കൂടെ. ഇത് എന്ത് നാക്കാത്ത ഇവളൊക്കെ. വളരെ ഒരിക്കലും ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സർവൈവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. എന്താണ് കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കും. ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറേ കൂടെ നിൽക്കും മലയാള സിനിമയിൽ, ഉറപ്പാണ്. ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് സത്യത്തിൽ അന്ന് ഞങ്ങളുടെ മെയിൻ ഗുരുനാഥയായിട്ടുള്ള ദർശന അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വിഷ്ണു അഗസ്ത്യ അത് ഏറ്റെടുത്തു. അതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വമൊക്കെ നൽകിയെങ്കിലും അല്ലേ അല്ല, അവർ പടം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തായിരുന്നു അത്? അത് അത് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തട്ട് എത്തിയതുമില്ല എന്നുള്ളൊരവസ്ഥയായി. അപ്പൊ അതിൽ സജീവൻ ചേട്ടന് വളരെയധികം വിഷമമുണ്ട്. അതെ, അപ്പോൾ സാരല്ല സജീവൻ ചേട്ടാ, നമുക്കത് ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് എടുത്ത് അതെ നമുക്ക് ഇനിയും പോരല്ലേ, മതിയായില്ലല്ലേ? അത് അടുത്ത പാർട്ടിൽ കുറച്ചും കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പാർട്ടിൽ ഓണത്തിനല്ലേ. വേട്ടമൃഗം രാപ്പാടി പ്രൊഡക്ഷൻസിന്റെ വേട്ടമൃഗത്തിൽ നമുക്കത് കാണാവുന്നതാണ്. എൻ്റെ മോനെ, അത് കറക്റ്റ് ശരിക്കുമുള്ള തോക്കാ. അത് ഒറിജിനൽ തോക്ക് ഒറിജിനലായിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. അതങ്ങ് പൊട്ടിച്ച്. ഇങ്ങനെ തള്ളിക്കോ, പോലീസ് വീട്ടിൽ വരും കേട്ടോ. സോറി, ഒരു മയത്തിലൊക്കെ തള്ളാവൂന്ന് എന്നോട് കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അതെ അതെ, ഒരു 5 കിലോ 6 കിലോ ഉണ്ട് ഓരോ തോക്കും. അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രം അല്ലേ?
സുരഭിയുടെ എന്നല്ല ഞാൻ ഇങ്ങനെ സ്ത്രീ ക്യാരക്ടേഴ്സും ഒരു മലയാള സിനിമയിൽ അങ്ങനെ തോക്കെടുത്തിട്ട് ചന്നം പിന്നം വെടിവെക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ? ഞാൻ ചന്നം പിന്നെ വെച്ചിട്ടില്ല. ഞാൻ 3 പേരെ വെച്ചു, 3 പേരെയും ഞാൻ കൊന്നു. ഉറപ്പാണ്. ഞാൻ എൻ്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു. ഇവരെല്ലാവരും കണ്ടില്ല, എത്ര സീനിയേഴ്സാണ്, പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും. പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, പോലീസ് കേസ് ആയിക്കോട്ടെ, ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം. ദർശന പാവം അത് കേട്ട് വിശ്വസിച്ചു. വിളിക്കും ചേട്ടാ, എൻ്റെ പട്ടിയെടുക്കും പോണെന്ന്. അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും. പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ, ഉണ്ണിമാങ്കോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇതറിയില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്നിങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ്. പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം നിങ്ങളെല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. പച്ചക്കറികൾ മാത്രം, പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. പിന്നെ പരിമളിനെയും എനിക്കധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കൂ. സോറി, കന്നഡ ഡയറക്ടർ നടേഷ് ഹെഗ്ഡെ. അദ്ദേഹം ഒരു വില്ലനായിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ ടുട്ടുമോൻ വെടിവെച്ച് കൊന്നു. ഒരു മിനിറ്റ് ഇന്ന് അവർ പടം കണ്ടു. അവർക്ക് വേണ്ടി നീ സംസാരിച്ച് കളയില്ല. അവർ സംസാരിച്ചോളൂ. പക്ഷെ അവരെ നമ്മൾ പരിചയമാണ്. അവരൊന്നും സംസാരിക്കുന്നില്ല. നീ നിർത്തിയാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മൈക്ക് കൊടുത്തു.